Yeah, very ghetto. Good morning, teacher. എന്തൊരു ബഹളമായി ക്ലാസ്സില്. അടുത്തുള്ള ക്ലാസ്സിലെ ക്ലാസ് എടുക്കണ്ടേ? ആട്ടെ, എന്തായിരുന്നു ഇത്രമാത്രം സംസാരിക്കാനുള്ളത്? ടീച്ചറെ, ഞങ്ങൾക്കൊരു സംശയം. യഥാർത്ഥത്തിൽ സ്വർഗമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വിശുദ്ധർക്കെല്ലാം താമസിക്കാൻ അവിടെ സ്ഥലമുണ്ടോ? ടീച്ചറെ, അവർക്ക് അവിടെ എന്താ ജോലി? അവർക്ക് ഭക്ഷണവും താമസവും ഫ്രീ ആണോ? ടീച്ചറെ, ഇതാണ് ഞങ്ങളുടെ സംശയം. ആട്ടെ, എന്നിട്ട് ആർക്കെങ്കിലും ഉത്തരം കിട്ടിയോ? എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല ടീച്ചറെ. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? സ്വർഗവും വിശുദ്ധരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Yes, teacher, we believe. നമുക്ക് എല്ലാവർക്കും വിശുദ്ധരാകാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ സാധിക്കും. ഈശോയെ സ്നേഹിച്ചും ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചും എല്ലാവർക്കും നന്മ ചെയ്തും ജീവിച്ചാൽ മതി. നമ്മളൊക്കെ എല്ലാവർക്കും സ്വർഗത്തിൽ പോകാം. അല്ല ടീച്ചറെ, നമുക്ക് ശരിക്കും എത്ര വിശുദ്ധന്മാരുണ്ട്? കണക്കനുസരിച്ച് ഏതാണ്ട് 10,000 സെയിൽസ് ഉണ്ടെന്ന് പറയുന്നത്. 10,000? Are you sure there's enough space for them in heaven, teacher? നിങ്ങൾ ബൈബിൾ വായിക്കാത്തതുകൊണ്ടല്ല ഇങ്ങനെ സംശയം വന്നത്. The Gospel of Saint John, chapter 14:2-3 ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. എന്റെ പിതാവിന്റെ വാസസ്ഥലത്ത് ഒരുപാട് താമസ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് മുന്നേ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ പിതാവ് ഇരിക്കുന്നിടത്ത് നിങ്ങളും ആകേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളിത് വായിച്ചിട്ടില്ലേ? സാരമില്ല. യഥാർത്ഥത്തില് സ്വർഗവും വിശുദ്ധരെയും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈശോയുടെ ഇമേജ് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ ശ്രമിക്കുന്ന നിങ്ങൾ എല്ലാവരും കണ്ണുകളടയ്ക്കുക. നിങ്ങൾക്ക് സമാധാനം. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെയും കൂടെ ഞാൻ എന്നും ഉണ്ടായിരിക്കും. അവർ എന്നോടൊപ്പം ഈ ഏദൻ തോട്ടത്തിൽ വസിക്കും. എവിടെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ? അല്ല, സഭയുടെ വിശുദ്ധർ. ജീവിതത്തിൽ ഒരമ്മയ്ക്കും ഉണ്ടാകാത്ത തരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും അവഹേളനങ്ങളും ഉണ്ടായിട്ടും ആരോടും പരിഭവം പറയാതെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുകയും കാൽവരിയിൽ സ്വന്തം മകന്റെ മരണം മുഖാമുഖം കാണുകയും എല്ലാം ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്ത അമ്മയുടെ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവിന്റെ ഈ ഭവനത്തിൽ നിങ്ങൾ എന്നും നിത്യം ജീവിക്കും. അതികഠിനമായ വേദനകൾ സഹിച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപമോചനത്തിനായി താൻ ചിന്തിയ രക്തത്താൽ രക്ഷിക്കപ്പെട്ട എൻ്റെ പ്രിയ ജനമേ, ശത്രുക്കൾ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ ചങ്കൂറ്റത്തോടെ ഞാനും ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയാണ് എന്നുറക്കെ പ്രഖ്യാപിച്ച് മരണത്തെ സ്വീകരിച്ച പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ നിങ്ങൾക്കായി ഈ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാനായി ശിഷ്യന്മാരെ ഞാൻ അയച്ചതുപോലെ നിങ്ങൾ സമൂഹത്തിൽ എൻ്റെ നാമത്തിൽ ചെയ്യുന്ന സേവനങ്ങളും സമർപ്പിത ജീവിതവും സഭയുടെ വളർച്ചയ്ക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. സഭയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന സഭാമക്കൾക്കായി ഈ സ്വർഗീയ ഭവനം നിങ്ങളുടെ വരവിനായി കാത്തിരിക്കുന്നു.
സുഖലോലുപതയുടെയും സാങ്കേതിക വിദ്യകളുടെ വികാസത്തിലും വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് പ്രചോദനമായി തനിക്ക് ലഭിച്ച അവസരങ്ങളെ ദൈവവചന പ്രഘോഷണത്തിനും ദൈവ ശുശ്രൂഷയ്ക്കുമായി തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ലോകസമാധാനത്തിനും ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുവാനായി പിതാവിൻ്റെ ഈ ഭവനത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. വരൂ, ഇന്നു മുതൽ ഈ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാകുന്നു. നമുക്കൊരുമിച്ച് പിതാവിനെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെന്നും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹാ. ഹല്ലേലൂയ 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 അല്ല, ഈ കുഞ്ഞുമക്കൾ എത്ര നല്ലവരാണ്. എല്ലാരും എത്ര ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാരും ഒന്ന് കണ്ണു തുറന്നേ. നിങ്ങൾ എന്താണ് കണ്ടോന്നൊന്ന് പറയാമോ? ടീച്ചർ, ഞങ്ങൾ ശരിക്കും യേശുവിനെയും അവിടെയുള്ള മാലാഖമാരെയും വിശുദ്ധന്മാരെയും കണ്ടു. എത്ര സന്തോഷമായിട്ടാണ് അവൻ അവിടെ താമസിക്കുന്നത്. ഇന്ന് മുതൽ ഞങ്ങൾ ഒരു വിശുദ്ധരാകാൻ ശ്രമിക്കും. പിന്നെന്താ, ഈ കഴിഞ്ഞ മാസം നമ്മുടെ മാർപ്പാപ്പ വിശുദ്ധരാക്കി 2 കൊച്ചു കുഞ്ഞുമാന്മാരുണ്ടല്ലോ, അവരുടെ പേരെന്താ? നിങ്ങളെ പോലെ ചിരിച്ചും കളിച്ചും പന്ത് കളിച്ചും വീഡിയോ ഗെയിം ഒക്കെ കണ്ട്
നടന്ന പുണ്യന്മാരാണ്. പക്ഷെ അവർക്കൊക്കെ എന്താന്നൊരു പ്രത്യേകത എന്താണെന്നറിയോ? ദിവ്യകാരണത്തോട് വലിയ ഭക്തിയായിരുന്നു. മോഡേൺ ടെക്നോളജിയിലൂടെ എല്ലാവരെയും ഈശോയിലേക്ക് ആകർഷിക്കാൻ അവരെ നന്നായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ അവര് വിശുദ്ധരായി. നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധരാകാം. അതുപോലെ നമ്മുടെ കൊച്ചുറേസ്യ പുണ്യവതി ചെറിയ കാര്യങ്ങള് ഒത്തിരി സ്നേഹത്തോടെ ചെയ്താണ് ആ പുണ്യവതി വിശുദ്ധിയായത്. പിന്നെ നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥയായ അൽഫോൻസാമ ഈശോയെ സ്നേഹിക്കുന്നതിലായിരുന്നു അവരുടെ ആനന്ദമുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധരാകാം. എല്ലാവരും ഈശോയെ സ്നേഹിച്ച് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ സ്നേഹിച്ച് ബഹുമാനിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിച്ചാൽ മതി. പിന്നെ ഈ വിശുദ്ധർക്കൊക്കെ കോമൺ ആയിട്ട് 2 കാര്യങ്ങള് പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് അറിയാമോ? വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും പരിശുദ്ധി അമ്മയോടുള്ള ഭക്തിയും. നിങ്ങൾ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു റോസറി എങ്കിലും ചെല്ലാൻ നമുക്ക് സാധിക്കില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ മാതാവിനോട് ഭക്തി വേണം, ദിവ്യകാരണത്തോട് ഭക്തി വേണം. ഈ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ പള്ളി വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക, മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നന്മ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധരാകാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ട്രൈ ചെയ്യാം.